الحمد لله رب العالمين الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ കൽപ്പനകളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും അല്ലാതെയും ഉണ്ടാകേണ്ടതായ കാര്യങ്ങളെ സംബന്ധിച്ച് ആത്മാർത്ഥമായ പരിശോധനയും അന്വേഷണവുമൊക്കെ എല്ലായ്പ്പോഴും ജീവിതത്തിന്റെ ഭാഗമാകാറുണ്ട്. എത്ര പരിശോധിച്ചാലും അന്വേഷിച്ചാലും പരിപൂർണമായ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ സ്വന്തമാക്കാനും അനുഭവിക്കാനും സാധിക്കാതെ പോകുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ കൽപ്പിക്കപ്പെട്ടതായ ഏതൊരു കാര്യവും അതിന്റെ കൃത്യമായ ഫലവും നേട്ടവും കൈവരിക്കാൻ സാധിക്കണമെങ്കിൽ ആ കാര്യങ്ങളുടെ എല്ലാം അടിസ്ഥാനമായിട്ടുള്ള അടിത്തറയായിട്ടുള്ള നിയ്യത്തിനെ സംബന്ധിച്ച് കൃത്യമായ പരിശോധനയും അതുപോലെ തന്നെ പുതുക്കലുമൊക്കെ എല്ലായ്പ്പോഴും ജീവിതത്തിൽ ഉണ്ടാകണം. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം നമുക്കറിയാം. ചെയ്യാൻ പോകുന്ന കാര്യത്തെ പറ്റിയുള്ള ഉദ്ദേശമാണ്. എന്താണോ പറയാൻ പോകുന്നത്, പ്രവർത്തിക്കാൻ പോകുന്നത്, കൊടുക്കലാകട്ടെ വാങ്ങലാകട്ടെ, എന്ത് കാര്യമായിരുന്നാലും അതിനെപ്പറ്റിയുള്ള വിചാരമാണ്, തോന്നലാണ് നിയ്യത്തിന്റെ താല്പര്യം. അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിന്റെയും കൂടെ അതുണ്ടാകുമല്ലോ. ഉദ്ദേശിക്കുന്നതാണല്ലോ പറയുക, വിചാരിക്കുന്നതാണല്ലോ ചെയ്യുക. യാതൊരു വിചാരവും തോന്നലുമില്ലാതെ എന്തെങ്കിലും പറയുന്ന പ്രവർത്തിക്കുന്ന രീതി ഉണ്ടാവുകയില്ലല്ലോ. ആ രൂപത്തിലുള്ള അശ്രദ്ധ, അലംഭാവം ഈ വിഷയത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല
അവൻ കൽപ്പിച്ചതായ കാര്യങ്ങളുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടി കണിശമാക്കിയിട്ടുള്ള, നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ് നിയ്യത്ത് എന്നുള്ളത്. ഒരുപാട് ആയത്തുകളിലൂടെ ആ വിഷയത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തിയിട്ടുണ്ട്. ആത്മാർത്ഥതയോടെ, നിഷ്കളങ്കതയോടെ, നല്ല ഉദ്ദേശത്തോടെ ജീവിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും ആരാണോ അവർക്ക് മാത്രമേ സ്വർഗീയ ലോകം അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയൂ എന്നത് ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തി, ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ, നിഷ്കളങ്കരായ ആത്മാർത്ഥരായ അടിമകൾക്ക് വേണ്ടിയാണ് സ്വർഗമെന്ന അനുഗ്രഹം ഒരുക്കിയിട്ടുള്ളത്. നരകത്തിന്റെ ഭയാനകതയും അവിടെ അള്ളാഹു ഒരുക്കിയിട്ടുള്ള ശിക്ഷയും ആരെ തൊട്ടാണ് അള്ളാഹു അകറ്റുക? നല്ലവരായ അടിമകളെ തൊട്ടാണ്. അവർക്കാണ് ഏറ്റവും അറിയപ്പെട്ട ഭക്ഷണം. ഉലൈക ലഹും റിസ്ഖും മഅലൂം, അവർക്ക് അറിയപ്പെട്ട ഭക്ഷണം, ഉപജീവനം അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. ഏതാണ് അറിയപ്പെട്ട ഭക്ഷണം? നന്നായി പാചകം ചെയ്യാൻ കഴിയുന്ന, രുചിയുള്ള ആഹാരം തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു കൂട്ടം ആളുകളോ ഒരു വ്യക്തിയോ ഉണ്ടാക്കി വെച്ചതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ള സ്വർഗീയ ലോകത്തെ ഭക്ഷണമാണ്, സ്വർഗീയ ലോകത്തെ പാനീയമാണ്. സ്വർഗീയ ലോകത്ത് തയ്യാറാക്കപ്പെട്ടിട്ടുള്ള അനുഗ്രഹങ്ങളെയും അനുഭൂതികളെയും കുറിച്ചാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയത്. സഹോദരങ്ങളെ, ഓരോരുത്തർക്കും പരിപൂർണമായി വേണ്ടുവോളം അല്ലാഹു കൊടുക്കുന്ന സ്വർഗമാകുന്ന ഈ ഓഹരിയെ, വിഹിതത്തെ, അനന്തര സ്വത്തിനെ കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ നീയത്തിനെ നന്നാക്കാൻ സന്നദ്ധരാകണം. നമ്മുടെ നീയത്തിനെ പുതുക്കിക്കൊണ്ടേയിരിക്കണം. അത് പുതുമയുള്ളതായി, തിളങ്ങുന്നതായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വെള്ളം പോലെയാണ് നീയത്ത്. അതിലേക്ക് എന്താണോ ചേരുന്നത് ആ രൂപത്തിലേക്ക് മാറ്റപ്പെടും എന്നാണ്. വെള്ളത്തിലേക്ക് പഞ്ചസാരയാണ് ചേർക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഉപ്പാണ് ചേർക്കപ്പെടുന്നത്, വ്യത്യസ്ത നിറങ്ങളാണ് ചേർക്കപ്പെടുന്നത്, മണ്ണും ചെളിയുമാണ് ചേർക്കപ്പെടുന്നത്. വെള്ളത്തിന്റെ രൂപത്തിൽ മാറ്റം വരികയാണ്, നിറത്തിൽ മാറ്റം വരികയാണ്, രുചിയിൽ മാറ്റം വരികയാണ്. നമ്മുടെ നീയത്തിലേക്ക് റിയാവ് കടന്നു വന്നാൽ ആരെങ്കിലും കാണട്ടെ, ആരെങ്കിലും കേൾക്കട്ടെ എന്ന ഒരു മാനസികാവസ്ഥയിൽ ഒരു നന്മയെ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുകയില്ല. രണ്ട് മുഖത്തോടുകൂടി, ഒരു കൂട്ടരെ കാണുമ്പോൾ ഒരു സ്വഭാവം, മറ്റൊരു കൂട്ടരെ കാണുമ്പോൾ വേറെ ഒരു സ്വഭാവം, വേറെ എവിടെയെങ്കിലും എത്തുമ്പോൾ രണ്ടും ചേർന്ന ഒരു സ്വഭാവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ മോശം സ്വഭാവമായി പഠിപ്പിച്ച കപടത സഹോദരങ്ങളെ നീയത്തിൽ വരാൻ പാടില്ല. കളവ് നമ്മളെ ബാധിക്കാൻ പാടില്ല. ചതിയും വഞ്ചനയും മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച്, നല്ലത് പറഞ്ഞ് ആളുകളെ കബളിപ്പിച്ച്, നല്ലത് കാണിച്ചു കൊടുത്ത് ആളുകളെ പറ്റിക്കുന്ന രീതി ഒരു വിശ്വാസിയുള്ള ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. വിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനമാണ്. ഏത് ദുസ്വഭാവമാണോ നീയത്തിലേക്ക് ചേരുന്നത് അതിനനുസരിച്ച് നിറത്തിലും രൂപത്തിലും വ്യത്യാസം ഉണ്ടാകുമെന്ന് വിശുദ്ധ ഇസ്ലാം നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രത്തെ പോലെ നീയത്തിനെ കാണാനും പാടില്ല. എന്താണ് വസ്ത്രത്തിന്റെ പ്രത്യേകത? നമുക്ക് പാകമായ, അതേപോലെ തന്നെ നല്ല മണമുള്ള, നല്ല നിറമുള്ള, ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന രൂപത്തിലാണ് പുതുവസ്ത്രം വാങ്ങുമ്പോൾ ഉണ്ടാവുക. കാലക്രമേണ അതിന്റെ വലിപ്പം കുറയുന്നു, അതുപോലെ തന്നെ അത് ഞുരുമ്പിക്കുന്നു, അതിന്റെ നിറം പോകുന്നു, അത് പഴകി എത്ര വില കൊടുത്ത് വാങ്ങിയതാണെങ്കിലും നമുക്ക് വേണ്ടാത്ത വസ്തുവായി മാറ്റപ്പെടുന്ന, അവഗണിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വസ്ത്രത്തെ പോലെയാകരുത്. അതവിടെ ഉണ്ടല്ലോ, ആ വിചാരമാകരുത്. അതിന്റെ വലിപ്പം കുറയരുത്, നിറം മങ്ങരുത്,
അതുപോലെ തന്നെ തിളക്കം ഇല്ലാതെയാകരുത്. ഈ രൂപത്തിൽ നിയ്യത്തിനോട് സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. മറിച്ച് എന്ത് വേണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനങ്ങളെ ശ്രദ്ധിച്ച് ആ അധ്യാപനങ്ങൾക്കനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആർജവം, അതിനുള്ള സന്നദ്ധത ഒരു വിശ്വാസിനിക്ക് ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അജ്റ ഇല്ലാ അൻ ഹിസ്ബത്തിൻ എന്നാണ്. കൂലി ആഗ്രഹിച്ചാലേ കൂലി കിട്ടുള്ളൂ. കൂലി ആഗ്രഹിക്കണം. നിസ്കരിക്കുന്നവന്റെ മനസ്സിൽ അതിന്റെ കൂലി ആഗ്രഹിക്കണം. സകാത്ത് കൊടുക്കുന്നവന്റെ, സ്വതക്ക നിർവഹിക്കുന്നവന്റെ, പുഞ്ചിരിക്കുന്നവന്റെ, വഴിയിൽ നിന്ന് മാലിന്യം നീക്കുന്നവന്റെ മനസ്സിൽ സ്വതക്കയുടെ കൂലി ആഗ്രഹം ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, വലാ അമൽ ഇല്ലാ ബിനിയ്യ, നിയ്യത്തില്ലാതെ അമലില്ല. നമ്മുടെ മനസ്സിന്റെ ഭാവം മാറിയിട്ട് അത് വേറെ ഏതോ ലോകത്തേക്ക് പാറിപ്പോയി നിസ്കരിക്കുന്ന, ഓടുക്കുന്ന, ഖുർആൻ ഓടുന്ന ഒരവസ്ഥയാണ് നമുക്കുള്ളതെങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹു അമൽ സ്വീകരിക്കൂല. അള്ളാഹ്ക്കത് വേണ്ട. എന്തുകൊണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയാണെന്ന മനസ്സില്ല എന്നതാണ്. എന്താണ് ചെയ്യുന്നത് എന്ന ബോധമില്ല. രണ്ടു തരം നിയ്യത്ത് പ്രധാനമാണ്. എന്താണ് ചെയ്യുന്നത്, എത്രയാണ് ചെയ്യുന്നത്, ഏത് നേരത്താണ് ചെയ്യുന്നത്, ഇതാണ് ഒരു നിയ്യത്ത്. ളുഹർ നിസ്കരിക്കുന്ന ഒരാൾ ആ സമയത്തെ പറ്റി ബോധമുള്ളവരാകണം. നിസ്കാരത്തിന്റെ റകഅത്തിനെ പറ്റി ബോധമുണ്ടാകണം. നിസ്കാരത്തിലാകണം അവന്റെ മനസ്സ്. വേർതിരിച്ച് കാണിക്കാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തേതോ ആത്മാർത്ഥമായിരിക്കണം. അല്ലാഹ്ക്ക് വേണ്ടി മാത്രമാണ്, പാപ്പാക്ക് വേണ്ടിയല്ല, ഉമ്മക്ക് വേണ്ടിയല്ല, കാരണവർക്ക് വേണ്ടിയല്ല, ഉസ്താദുമാർക്കോ നേതാക്കന്മാർക്കോ നാട്ടുകാർക്കോ വേണ്ടിയല്ല, എന്റെ റബ്ബിന് വേണ്ടിയാണ്. എന്റെ റബ്ബിന് വേണ്ടിയാണ്. മനസ്സറിയുന്ന, അതിന്റെ ചലനമറിയുന്ന റബ്ബിന് വേണ്ടിയാണ്. ഈ ബോധം അനിവാര്യമായും ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅമാൽ ബിന്നിയ്യാത്ത്, അമലുകളൊക്കെ നിയ്യത്തുകൾക്കനുസരിച്ചാണ്. നിയ്യത്തുണ്ടോ അത് മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൽ ഉള്ളതാണ്, ഖുർആനിലുള്ളതാണ്, ഹദീസുകളിലുള്ളതാണ്, സ്വഹാബത്ത് ശീലിച്ചതാണ്. ഇത് മാത്രം പോരാ. മറിച്ചെന്ത് വേണം? ആ കർമ്മത്തിന്റെ കൂടെ തുടക്കം മുതൽ ഒടുക്കം വരെ മനസ്സുണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. ഏതൊരു മനുഷ്യനും അവൻ എന്താണോ ഉദ്ദേശിച്ചത് അത് മാത്രമേ കിട്ടുള്ളൂ. അത് മാത്രമേ കിട്ടുള്ളൂ. സ്വതക്ക നൽകുന്ന നേരത്ത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്, ആരും കാണണ്ട എന്ന മനസ്സാണ്. പെട്ടെന്ന് മനസ്സിങ്ങനെ മാറുക. നാലാൾ അറിഞ്ഞോട്ടെ, ഞാൻ അവരോടൊന്ന് പറയട്ടെ, നിങ്ങൾ പരസ്യപ്പെടുത്തിക്കോളി, എല്ലാവരും അറിയിച്ചോളി, ഞാൻ ഇത്ര തന്നു, എല്ലാവരും അറിഞ്ഞോട്ടെ എന്ന മനസ്സിലേക്ക് മാറ്റപ്പെടുക വഴി വട്ടപൂജ്യമാവുകയാണ്, ധാരിയാവുകയാണ്. അള്ളാഹു സ്വീകരിക്കൂല. എന്നാലോ മറ്റുള്ളവർക്ക് പ്രചോദനമാകട്ടെ, അവർക്ക് ഒരു ആവേശം ഉണ്ടാകട്ടെ, അവർക്ക് ഒരു താല്പര്യം ഉണ്ടാകട്ടെ എന്ന നിലക്കാണോ ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിച്ചു. അതാണ് പലപ്പോഴും ആളുകൾ കാണുന്ന രൂപത്തിൽ നമ്മൾ കൊടുക്കുന്നു, കാണുന്ന രൂപത്തിൽ ചെയ്യുന്നു. അതെന്തിനാണ്? പ്രചോദനമാണ്, മറ്റുള്ളവരെ പഠിപ്പിക്കലാണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അവരെ തെര്യപ്പെടുത്തലാണ്. അവരെ കാണാനോ അവരെ കയ്യടി കിട്ടാനോ വേണ്ടിയല്ല, അവരെ സ്വീകാര്യത കിട്ടാൻ വേണ്ടിയല്ല. ആ മനസ്സിൽ ആര് ചെയ്താലും അത് ഫലം കാണുകയില്ല. നോക്കൂ നിങ്ങൾ, മഹാനായ ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാഹ് ബൃഹത്തായ കനപ്പെട്ട സ്വഹീഹുൽ ബുഖാരി എന്നറിയപ്പെട്ട ആ ഗ്രന്ഥം രചിക്കുകയാണ്. അത് രചിക്കാൻ പോകുമ്പോ ഒന്നാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ ഹദീസ് കൊടുത്തത് ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്, അമലുകളൊക്കെ നിയ്യത്തുകൾക്കനുസരിച്ചാണ്. എന്തിനാ അത് കൊടുത്തത്? ഇനി അദ്ദേഹം ചെയ്യാൻ പോകുന്ന ഈ കാര്യത്തിൽ ഉദ്ദേശം മാറരുത്, ലക്ഷ്യം തെറ്റരുത്, ദുന്യാവിന് വേണ്ടി ആകരുത്. അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, ആ ഗ്രന്ഥത്തിന് തുല്യമായ ഒരു ഗ്രന്ഥം ലോകത്ത് ഇന്നുവരെ രചിക്കപ്പെട്ടിട്ടില്ല. അത്രയും മഹത്തായ, സ്വീകാര്യത കിട്ടിയ, സമ്പന്നമായ ഗ്രന്ഥം. അതാണ് അള്ളാഹു സ്വീകരിച്ചു, അള്ളാഹു അതിന് വിജയം കൊടുത്തു എന്നതിന്റെ
ഏറ്റവും വലിയ തെളിവാണ്. ഉദ്ദേശം കേടായാൽ എല്ലാം കേടാവുകയാണ്, എല്ലാം ഫസാദാവുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ നോട്ടം നമ്മുടെ മനസ്സിലേക്കാണെന്ന ചിന്ത നമ്മുടെ തലയിലേക്കല്ല, ശരീരത്തിലേക്കല്ല, ഏതെങ്കിലും ഒരു അവയവത്തിലേക്കല്ല, നമ്മുടെ വസ്ത്രത്തിലേക്കല്ല, നമ്മുടെ മനസ്സിലേക്കാണ്. നമുക്ക് പോലും നമ്മുടെ മനസ്സിലേക്ക് നോക്കാൻ കഴിയുന്നില്ല. നമ്മുടെ മനസ്സിന്റെ കോലം എന്താണ്, അതിന്റെ രൂപം എന്താണ്, അതിന്റെ നിറം എന്താണ്, എത്ര ശതമാനം പാപങ്ങളുടെ കറയുണ്ട്, എത്ര ശതമാനം നന്മയുണ്ട്, നമുക്ക് തന്നെ അറിയില്ല. അതാണ് നമ്മുടെ അവസ്ഥ. പക്ഷേ ലോകത്തുള്ള സകല മനുഷ്യരുടെയും മനസ്സറിയുന്നവൻ അല്ലാഹുവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ തആല ലാ യൻദുറു ഇലാ സുവരിക്കും വഅംവാലിക്കും. അല്ലാഹു നിങ്ങളുടെ തടിയിലേക്ക്, നീളത്തിലേക്ക്, വണ്ണത്തിലേക്കല്ല നോക്കുന്നത്, നിങ്ങളുടെ സമ്പത്തിലേക്കല്ല, എത്ര വരുമാനമുണ്ട്, എത്ര നീക്കിയിരിപ്പുണ്ട്, എത്ര ആസ്തിയുണ്ട്, അതല്ലാക്ക് ആവശ്യമില്ല. അല്ലാഹു നമുക്ക് തരിക, അതിന്റെ കണക്കല്ലാക്ക് ആവശ്യമില്ല. മറിച്ച് വലാകിൻ ഇന്നമാ യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും. അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ ഖൽബിലേക്കാണ്, നിങ്ങളുടെ മനസ്സുകളിലേക്കാണ്. ആ മനസ്സിന്റെ പ്രചോദന ഫലമായി, ഈമാനിന്റെ പ്രചോദന ഫലമായി നിങ്ങൾ ചെയ്യുന്ന നന്മകളിലേക്കാണ്, നിങ്ങൾ പറയുന്ന നല്ല കാര്യങ്ങളിലേക്കാണ്, നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്ന നന്മകളിലേക്കാണ് അല്ലാഹു നോക്കുന്നത്. ഇതാണ് നമ്മൾ പേടിയോടെ കാണേണ്ടത്. ഒരാളോട് സംസാരിക്കുമ്പോ, ഒരാളോട് പുഞ്ചിരിക്കുമ്പോ, സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിന്റെ അവസ്ഥ അയാൾക്കും അറിയില്ല, നമുക്കും അറിയില്ല. നമ്മളെങ്ങനെ പുഞ്ചിരിക്കുന്നു, മനസ്സിലെവിടെയോ അയാളോട് വെറുപ്പ് നിറഞ്ഞു കിടക്കുന്നു. ഒരാൾക്ക് വേണ്ടി നമ്മൾ കരയുന്നു, അത് അയാൾക്ക് വേണ്ടി സങ്കടത്തോടെ കരയുകയാണോ, അതല്ല ഒരു തട്ടിക്കൂട്ടൽ കരയലാണോ, അയാൾക്കറിയില്ല, അയാൾക്കറിയില്ല. ഏതൊരാളുടെ മനസ്സും അറിയുന്നവൻ അള്ളയാണ്. ഈ പേടി നമുക്കില്ലെങ്കിൽ, ഈ പരിശോധനയും ഈ പുതുക്കലും തിരിച്ചറിവും നമുക്കില്ലെങ്കിൽ, സഹോദരങ്ങളെ, 24 മണിക്കൂറുകളിൽ പല മണിക്കൂറുകളിലും പലതും ചെയ്യുന്നു, പലതും പറയുന്നു, പലതും വിചാരിക്കുന്നു. എല്ലാം കുമിളകൾ പോലെയാകും, ധൂളികൾ പോലെയാകും, ഒരു കഴമ്പില്ലാത്ത പതിര് പോലെയായി അത് മാറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ഈ പേടി സദാ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കണം. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ ഒരു വാക്ക് നോക്കൂ നിങ്ങൾ. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഫഹിയ റഅസുൽ അംർ, കാര്യത്തിന്റെ തലയാണ്, അതിന്റെ പ്രധാന ഭാഗമാണ്. വഅമൂദുഹു വഅസാസുഹു വഅസ്ലുഹു, അതിന്റെ അടിവേരാണ്, അതിന്റെ തൂണാണ്, അതിന്റെ അടിത്തറയാണ്. എന്ത് കാര്യമാകട്ടെ അതിന്റെ പ്രധാന ഭാഗമാണ് നിയ്യത്ത് എന്നുള്ളത്. അലൈഹി യുബ്ന, അമലുകൾ ഉണ്ടാക്കപ്പെടുന്നത് അതിന്മേലാണ്. ഫഇന്നഹാ റൂഹുൽ അമൽ, അത് കർമ്മത്തിന്റെ ആത്മാവാണ്. വഖായിദുഹു വസായിഖുഹു, അതിനെ മുന്നോട്ട് നയിക്കുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും പ്രധാന ഭാഗമാണ്. വൽ അമലു താബിഉൻ ബിഹാ താബിഉൻ ലഹാ യുബ്ന അലൈഹാ, ഏതൊരു അമലും നിയ്യത്തിനെ തുടർന്നാണ്, നിയ്യത്തിന്റെ മേൽ ഉണ്ടാക്കപ്പെടുകയാണ്. യസിഹു ബിസിഹത്തിഹാ, അതിന്റെ ശരിക്കനുസരിച്ച് ശരിയാകുന്നു. വയഫ്സുദു ഫസാദിഹാ, അതിന്റെ കേടനുസരിച്ച് അത് കേടാകുന്നു. വബിഹാ യുസ്തജ്ലബു തൗഫീഖ്, സഹോദരങ്ങളെ, തൗഫീഖ് ലഭിക്കണമെങ്കിൽ നിയ്യത്ത് അനിവാര്യമാണ്. മനസ്സിൽ വിചാരമില്ലാത്തവന് ഒരു കർമ്മത്തിലേക്ക് തൗഫീഖ് കിട്ടൂല, ഒരു നല്ലതിന്റെ ഭാഗമാകാൻ തൗഫീഖ് ലഭിക്കൂല. തൗഫീഖ് ലഭിക്കണമെങ്കിൽ നിയ്യത്ത് പ്രധാനമാണ്, നിയ്യത്ത് പ്രധാനമാണ്. പിന്നെയോ വബിഅദമിഹാ യഹ്സുൽ ഖദ്ലാൻ, നിയ്യത്തില്ലെങ്കിൽ പിന്നെ വരുന്നത് ചതിയാണ്, പിന്നെ വഞ്ചനയാണ്, പിന്നെ എല്ലാം വെറുതെയാണ്. വബിഹസ്ബിഹാ, ആ നിയ്യത്തനുസരിച്ച് തതഫാവതു ദറജാത്ത് ഫിദ്ദുനിയാ വൽ ആഖിറ, രണ്ട് ലോകത്തും നമ്മുടെ ദറജാത്തുകളിൽ മാറ്റമുണ്ടാകും. ഇവിടെ കൂടിയ നമ്മുടെ എല്ലാവരുടെയും നിയ്യത്തിന്റെ ശതമാനം ഒരുപോലെയല്ല, നാം ചെയ്യുന്ന കർമ്മങ്ങളിലെ ഭക്തി ഒരുപോലെയല്ല. അതുകൊണ്ട് സ്വീകാര്യതയിൽ വ്യത്യാസമുണ്ട്, തഫാവുത്ത്, ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്. ഇത് തിരിച്ചറിവ് കിട്ടാനാണ്, നല്ല ഒരു ബോധമുണ്ടാകാനാണ് ഈ നിലക്ക് പണ്ഡിതന്മാർ ഈ കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് എല്ലാ സമയത്തും
ഏറ്റവും കൂടുതലായി നമ്മൾ പുതുക്കുന്ന ഒരു കാര്യം, പുതുമയുണ്ടോ എന്ന് എപ്പോഴും പരിശോധിക്കപ്പെടുന്ന ഒരു വിഷയം അത് നിയ്യത്തായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖൽബു ഇബ്നി ആദം, ആദമിന്റെ മകന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ, ആദം മക്കളുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ അശദ്ദു ഇൻഖിലാബൻ മിനൽ ഖിദർ, ഒരു പാത്രം, ആ പാത്രം ചൂടായി അതിലുള്ള വെള്ളം തിളക്കുക, അത് ശക്തമായി തിളക്കുന്നു. ഇതാ ഇസ്തജ്മഅത്ത് ഗലയാൻ, എന്തെങ്കിലും ഒരു വസ്തു വേവിക്കാൻ വേണ്ടി, പാകം ചെയ്യാൻ വേണ്ടി അതിനിട്ട് കഴിഞ്ഞാൽ ആ തിളക്കലിന്റെ ശക്തി കാരണം അതിന്റെ മാറ്റങ്ങൾ വരികയാണ്. അരിയിട്ടാൽ മാറുന്നു, മത്സ്യമിട്ടാൽ മാറുന്നു, മാംസമിട്ടാൽ മാറുന്നു. എന്താണോ അതിലേക്ക് ഇടുന്നത് ചൂടനുസരിച്ച് മാറുന്നു. ഇതിനേക്കാൾ ശക്തമായി തിളച്ചു മറിയുന്ന വെള്ളത്തിലേക്ക് എന്തെങ്കിലും ഇട്ടാൽ ഉണ്ടാകുന്ന മാറ്റത്തിനേക്കാൾ വേഗത്തിൽ മനുഷ്യന്റെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ സഹോദരങ്ങളെ ഈ ഹദീസ് നമ്മോട് പറയുന്നുണ്ടാകും. ശരിയാണ്, എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സെക്കൻഡുകൾക്കകം മനസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റം നമ്മുടെ വിശ്വാസത്തെ ബാധിക്കരുത്, നമ്മുടെ കർമ്മങ്ങളെ ബാധിക്കരുത്, നമ്മുടെ നിലപാടുകളെ ബാധിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതലായി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് സർരിഫ് ഖൽബി അലാ ദീനിക്. അല്ലാഹ്, നിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന, ഉറപ്പിച്ചു നിർത്ത്, ഒരംശം പോലും മാറ്റം ഉണ്ടാകരുത്, വ്യതിചലിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതാണ്. അതുകൊണ്ട് പ്രാർത്ഥന കണിശമാക്കി, പ്രവർത്തനങ്ങളെ ശക്തമാക്കി നമ്മുടെ നിയ്യത്തിനെ ഉറപ്പിക്കാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലായി നാം ശ്രദ്ധിക്കേണ്ട, വളരെ കണിശമായി കാണേണ്ട വിഷയത്തെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. മഹാനായ സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ്, അദ്ദേഹം താബിഈങ്ങളിൽ പ്രധാനിയാണ്. താബിഈങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിനെ കണ്ട് ദീൻ പഠിച്ചവരാണ്. സ്വഹാബത്തിന്റെ ജീവിതം കണ്ട് അവരിൽ നിന്ന് ദീൻ ആർജിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും സൗഭാഗ്യം സിദ്ധിച്ചവരാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് നോക്കൂ നിങ്ങൾ, മാ ആലദു ശൈഅൻ അശദ്ദ അലയ്യ മിൻ നിയ്യത്തി എന്ന, എന്റെ നീയത്തിനേക്കാൾ ശക്തമായി ഞാൻ ചികിത്സിച്ച ഒരു കാര്യമില്ല എന്നാണ്. ചികിത്സിക്കുക എന്നാ പറഞ്ഞത്, നന്നായി പരിചരിക്കണം എന്നാണ്. അതിശക്തമായ ചികിത്സ നമ്മൾ കൊടുക്കേണ്ട ഒരു വിഷയമാണ് നിയ്യത്ത്. കാരണം ലിഅന്നഹാ തതഖല്ലബു അലയ്യ, അത് എന്റെ മേൽ മാറ്റിമറിക്കപ്പെടുകയാണ്. സാഹചര്യങ്ങൾ മാറുമ്പോ, സന്ദർഭങ്ങൾ മാറുമ്പോ, തക്കം കിട്ടുമ്പോ നിയ്യത്തൊക്കെ പെട്ടെന്ന് മാറ്റപ്പെടുകയാണ്. അങ്ങനെ മാറ്റപ്പെട്ട് ഏതൊരവസ്ഥയിലേക്ക്, ഏതൊരു ചീഞ്ഞ കുഴിയിലേക്കും ചാടാൻ കാരണം നിയ്യത്തിന്റെ ഒരു മാറ്റമാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതലായി നമ്മൾ പരിചരിക്കേണ്ടതും വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതുമായ ഒരു വിഷയമാണ് എന്ന് മനസ്സിലാക്കി ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഈ കാര്യം കണിശമായി ശ്രദ്ധിക്കാൻ ഓരോ വിശ്വാസികൾക്കും സാധിക്കണം. അള്ളാഹു അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ അബദ്ധങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, മക്കൾ, വിശ്വാസികൾ, പണ്ഡിതന്മാർ, പ്രബോധകർ, അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.